വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ലൂതർ ആൻഡ് ഹിസ് സീസൺ 3. ഏതായാലും നമുക്ക് പുതിയ ടോപ്പിക്കിലോട്ട് തന്നെ. അതിന് മുന്നേ പലർക്കുള്ള സംശയമാണ് ഇവിടെ ആയിരുന്നു, ഇവിടെയൊക്കെ തന്നെ ഉണ്ടായത്. തോൻ തിരക്കായിരുന്നു. ഒരു നല്ല കണ്ടന്റ്, ക്വാളിറ്റി ആയ കണ്ടന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള ഒരു ഇതുകൊണ്ട് അതിനാൽ അതിൻ്റെ ഒരു ഗ്യാപ്പാണ് ഇപ്പോൾ വന്നത്. എല്ലാത്തിനപ്പുറത്തോട്ട് പുതിയ ചാപ്റ്റർ നമ്പർ അത്രയും തിരക്കായിരുന്നു. ചാപ്റ്റർ നമ്പർ 3 ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്രോയിങ് ന്യൂ അല്ലെങ്കിൽ ന്യൂ ഗ്രോയിങ് ഇങ്ങനെയൊക്കെ വിടാം. ഒരു തിരക്കിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും നമ്മുടെ കേന്ദ്ര കഥാപാത്രമായ ലൂത്തറുടെ ലൈഫ് കുറച്ച് ദിവസത്തിനും ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം. അതിന് തൊട്ട് മുന്നേ ഇതിൽ ചിലപ്പം ബ്രീത്തിങ്ങിൻ്റെ ഒരു സൗണ്ട് ഇച്ചിരി കൂട്ടാം. കാരണം ഇച്ചിരി ഒരു എന്താ പറയുക, കോൾഡ് ഉണ്ട്. അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നായാലും നല്ല രൂപത്തിൽ എഡിറ്റിങ് ചെയ്തിട്ട് ഇറക്കുന്നൊരു പ്ലാനിലാണുള്ളത്. അപ്പോൾ ഏതായാലും നിങ്ങളെ പിന്തുണ. ഏതായാലും ഫസ്റ്റ് തന്നെ ടോപ്പിക് പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ഇക്കിഗായെ കുറിച്ച് പറയാം. ഒന്നാമതായി ഞാൻ ഓൺ ചെയ്ത് വായിക്കണം ബുക്കിൽ ആദ്യത്തെ ഒരു ബുക്കായിട്ട് വേണമെങ്കിൽ വേണം. ഞാൻ ഒരു വലിയ ബുക്ക് വായന കാരണമൊന്നല്ല. കാരണം ഈ ബുക്ക് മേടിച്ചിട്ട് നമ്മൾ ഒരു വർഷത്തിൻ്റെ അടുത്തോരായിട്ടില്ല. അത്രയും എനിക്കൊരു വായതുള്ളൂ. എന്നായാലും അത് എല്ലാവരോടും വായിക്കണമെന്ന് വെച്ചാൽ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയൊരു ബുക്കാണ്. പ്രാക്ടിക്കാലിറ്റിയിൽ എത്രത്തോളം നടക്കുന്നതാണെന്ന് എനിക്കറിയത്തില്ലെങ്കിലും ഇച്ചിരി കൂടി നമ്മൾ ഒരുപാട് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യാൻ പറ്റും. ഫോർ ഹാപ്പിങ്, ഫോർ ബീങ് എന്ന് ലൈഫിൽ നീങ്ങാനൊക്കെ വളരെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. അപ്പം അത് പറയുമ്പോൾ തന്നെ ബുക്ക് വായന ഇങ്ങനെയുണ്ട്. ഗ്രോയിങ് അത് പുതിയ കാര്യങ്ങൾ വളരുന്നു. എപ്പോഴും പുതിയ കാര്യങ്ങൾ വളരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നമ്മൾ എവിടെയെങ്കിലും സ്റ്റെക്കായി പോയിട്ട് ഹാപ്പിനെസ് എപ്പോഴും ഒരു പോയിന്റിൽ തന്നെ ആവണമെന്നില്ല. ഈ സമയത്ത് നമുക്ക് ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം കുറച്ച് കഴിയുമ്പോൾ ഒരു സില്ലി മാറ്റർ ആവും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റും വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മുന്നോട്ട് പുഷ് ചെയ്യണം നമ്മൾ തന്നെ. അതായത് നമ്മൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചെയ്തതിൽ താങ്ക് യു അല്ലെങ്കിൽ ചെയ്തതിൽ ഓക്കെ, ബട്ട് വി നീഡ് ടു ഇംപ്രൂവ് ചെയ്തിട്ട്. അപ്പം അതിന് ബുക്ക് വായന എപ്പോഴും ഒരു ഉപകാരപ്പെടുത്തും. ഒന്നും ലാംഗ്വേജിൻ്റെ സ്കില്ല് എല്ലാവരും പറയുന്ന പോലെയാണെങ്കിലും അതിൻ്റെ അപ്പുറത്തോട്ട് ഈ ബുക്ക് ചെയ്തുന്നൊരു ഓദർ അയാളിട്ടൊരു എഫേർട്ട്, പിന്നെ അയാളൊരു വേ ഓഫ് തിങ്കിലൊരു കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് ചുമ്മാ റൊമാൻറ്റിക്സും ഒക്കെ വായിക്കാം. അത് റൊമാൻറ്റിക് വായിക്കുമ്പോൾ നമ്മൾ കാഴ്ചപ്പാടുള്ള റൊമാൻറ്റിക്, നമ്മൾ കണ്ട പടത്തിൽ കണ്ടത്, നമ്മുടെ സൊസൈറ്റി കണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കണ്ട റൊമാൻസും ഈ ഓദറിൻ്റെ റൊമാൻസും നമ്മൾ മാറ്റുണ്ടാവും. റൊമാൻസ് അല്ല, എവരി ഫീലിങ്ങിനും ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ്. നമ്മളിപ്പോൾ ഈ കാഴ്ചപ്പാട് കാണുമ്പോൾ അത് ശരിയാവും, തെറ്റാവും. കാഴ്ചപ്പാടും അതേപോലെ തന്നെ ആവാം. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ബുക്ക് വായന ഒരു തോട്ടിനെ നമുക്കൊരു പ്രോസസ്സ് ചെയ്യാൻ ഒരുപാട് യൂസ്ഫുൾ ആവും. ഗ്രോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ 2-3 പൊസിഷനായിട്ട് ലൂത്തർ ഭയങ്കര ബിസിയിലാണ്. അത് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം 2020 മുന്നേ ഒരു IDC കേരളത്തിലുള്ളൊരു ക്ലബ്ബാണ് പ്രൊമോട്ടിങ് ദ ഓണ്ടർപ്രണർഷിപ്പ് ഐഡിയാസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മിറ്റ് ട്രിവാൻഡ്രത്ത് നടന്നിരുന്നു ഒരു 2-3 ദിവസം മുന്നേ. അതിന് കോളേജ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട്, കോളേജ് അംബാസിഡറായിട്ട് നമ്മുടെ മിസ്റ്റർ ലൂതർ ഓൾ കേരളയിൽ ടോപ്പ് 8 അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണോ വെച്ചായിട്ടൊന്നും പറഞ്ഞു. അങ്ങനത്തെ തിരക്കായതുകൊണ്ട് അതിൽ തിരക്കുണ്ടായിരുന്നു. പുതിയ 2 പൊസിഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യണോ. ഓവറോൾ ദാറ്റ് ലൂതർ 2 മാസത്തോളം പ്ലാൻ ചെയ്ത് ഉണ്ടാക്കി. അത് ഓൾറെഡി കംപ്ലീറ്റ്. ഈ 2 മുതലാണെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ആണെങ്കിലും ഡൗൺഗ്രേഡ്സ് ആണെങ്കിലും ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ് ബൈ മീ. ആസ് ഒരു ടീമായിട്ട് വർക്ക് ചെയ്തു. അതിൽ ഒരുപാട് സീനിയേഴ്സ് ഹെൽപ്പ് ചെയ്തൊരു സമയങ്ങളായിരുന്നു. അതിൽ ഒരുപാട് ആൾക്കാർ ഒരു ഓർഗനൈസേഷനിൽ നിൽക്കുക. നമ്മൾ പോഡ്കാസ്റ്റ് ആണെങ്കിലും ആഫ്റ്റർ ഓൾ എനിക്കെല്ലാവരും ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ഐ വാസ് മൂവിങ് വിത്ത് മൈസെൽഫ്. എഡിറ്റിംഗ്, റെക്കോർഡിങ് എല്ലാം മൈസെൽഫാണ്. പക്ഷേ അതൊരു ഗ്രൂപ്പ് ഓഫ് കയറുമ്പോൾ അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ടീമായി വർക്ക് ചെയ്യുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു, എല്ലാവരും ഇൻഡിവിജ്വൽ ഇൻപുട്ട് ഇടുന്നു. ചില സിറ്റുവേഷനിലൊക്കെ ചില ഗ്രൂപ്പ്സിൽ ആ ഒരു റിതം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, അതിൻ്റേതായത് പിന്നെ ഒരു പ്രശ്നം വരുമ്പം ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് അതിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് നമുക്ക് ഫുൾ ചെയ്യണതും ഈ IDC പറഞ്ഞ പോലെ തന്നെയാണ് IEEE, ഇൻ്റർനാഷണൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ എന്നാണ്. അത് ഫൗണ്ടഡ് ബൈ മിസ്റ്റർ നിക്കോളാസ് ടെസ്ല. ലോകത്തിലെല്ലായിടത്തും ഉള്ളൊരു ഓർഗനൈസേഷനാണ്. അപ്പം അതിൻ്റെ ഒരു ഡേ അത്
മാർക്കറ്റിംഗ് വഴി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അംബാസിഡറായിട്ടും എസ്.എഫ്. കോളേജ് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ലൂതറിന്. അപ്പം ലൂതർ അതിൻ്റെ വർക്കിലും കൂടി ആയിരുന്നു. അപ്പം ഒരു വീക്കും ഈ ഒരു പരിപാടികളും അതൊക്കെ എല്ലാം കൂടിയായിരിക്കും തിരക്കിലായിരുന്നു. ദാറ്റ്സ് വൈ ദ മാറ്റർ. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ പുതുതായ സ്ഥലങ്ങളിലോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്നു. പുതുതായി ലൂതർ പുഷ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഇതാണ്. അപ്പം ലൈഫിലാണെങ്കിലും പലർക്കും ഇപ്പോൾ ഈ കേൾക്കുന്ന പലർക്കും മറ്റൊരു പോയിന്റിൽ സ്റ്റക്കായി പോയതായിരിക്കാം. കണ്ടന്റ് തോട്ടില്ലാത്തവരായിരിക്കാം. എല്ലാവരും കണ്ണി കേസ് ആവുന്നത്. കണ്ടന്റ് തോട്ടിനപ്പുറത്തോട്ട് നമുക്കൊരു പുതിയതായൊരു കാര്യം തിങ്ക് ചെയ്യാതെ നമുക്കിനി നാളത്തെ കാര്യങ്ങൾ ചെയ്യാം. അതായത് തൊട്ട് നാളത്തെ കാര്യങ്ങളല്ലാതെ കുറച്ച് ലോങ് വിഷനായിട്ടും കുറച്ച് എനിക്ക് ഇന്ന കാര്യം കൂടി ചെയ്യണം, നാളെ ഈ കാര്യമുണ്ട് മറ്റേ കൂടി ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ടാർഗറ്റില്ല. നമുക്ക് പാഷനേറ്റീവ് ആയ വെച്ചാൽ നമുക്ക് ഒരിക്കലും എളുപ്പമാവണമെന്നില്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മളെ തന്നെ മുന്നോട്ട് പുഷ് ചെയ്യുന്ന നമ്മളായി മാറും. അതാണ് ഇന്നത്തെ ഞാനിത് സമ്മറി എന്ന് പറയാം. ഏതായാലും അടുത്തൊരു എപ്പിസോഡായിട്ട് ഇനി സ്ഥിരമായിട്ട് ഇടണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉറപ്പില്ല, നല്ല കണ്ടന്റ് ആവട്ടെ. അപ്പം എല്ലാവർക്കും, നിങ്ങൾക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ പോഡ്കാസ്റ്റ് എപ്പിസോഡ് നിർത്തുന്നു. ഓക്കെ, ബൈ.